ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. ഇന്ന് നമുക്കൊരു കഥ കേൾക്കാം. സ്കൂളൊക്കെ തുറന്നു, ക്ലാസ്സുകളൊക്കെ തുടങ്ങിയ സമയത്ത് ക്ലാസ്സിലേക്ക് 6th ഗ്രേഡിലേക്ക് പുതിയൊരു കുട്ടി വരികയാണ്. ഹന എന്നാണ് പേര്. അവൾക്ക് 8 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ക്ലാസ് ടീച്ചർ കുട്ടിയെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലാസ്സിൽ ഫ്രണ്ടിൽ നിർത്തി. അപ്പോൾ ക്ലാസ്സിലെ കുട്ടികളൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര ചെറിയൊരു കുട്ടി, ഹൈറ്റും കുറവാണ്, വണ്ണവും ഒക്കെ കുറവാണ്, ചെറിയൊരു കുട്ടി. ഇപ്പോൾ ക്ലാസ്സിലെ സ്റ്റുഡൻസൊക്കെ ഓരോരുത്തർ ഓരോ കമൻറ്റ് പറഞ്ഞ് കളിയാക്കുകയാണ് ഹനയെ. അപ്പോൾ ഹനയ്ക്ക് ഭയങ്കര അധികം ബുദ്ധിമുട്ടായി പോയി. താൻ പൊക്കം കുറവാണ്, സൈസ് കുറവാണ്. അപ്പോൾ ടീച്ചർ പറയുകയാണ്, നിങ്ങൾ ആരും കളിയാക്കണ്ട, നിങ്ങളൊക്കെ കളിയാക്കലൊക്കെ നിർത്ത്. ഈ കുട്ടി ഹന 2 ക്ലാസ്സുകളിൽ നിന്നും പ്രൊമോഷൻ കിട്ടി ആൾ വന്നിരിക്കുകയാണ്. ആൾ 4th ഉം 5th നിന്നും അവിടെയൊന്നും പഠിക്കാതെ നേരെ 3rd നിന്ന് 6th പ്രൊമോഷൻ കിട്ടിയിരിക്കുകയാണ്. ആൾ ബ്രില്യൻ സ്റ്റുഡൻ്റാണ്. നല്ല അഭിപ്രായമാണ് ആളുടെ നേരത്തെ സ്കൂളിലെ ടീച്ചേഴ്സിന്. അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്സിലേക്ക് ആൾ വന്നിരിക്കുന്നത്, നമ്മുടെ സ്കൂളിലേക്ക് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഹനെ വാം വെൽക്കം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ മറ്റുള്ള കുട്ടികളോട് പറയുകയാണ്. എന്നിട്ടും മറ്റുള്ള കുട്ടികൾ കളിയാക്കുകയാണ്. ആ കൂട്ടത്തിലൊരു ടൈലർ എന്ന് പറഞ്ഞൊരു കുട്ടിയുണ്ടായിരുന്നു. അവൻ പറയുകയാണ്, ടീച്ചറിൻ്റെ ക്ലാസ് മാറിപ്പോയതാണോ? എൻ്റെ കസിൻ ഒരു കുട്ടിയുണ്ട്, അവൾക്ക് ഇത്രയും പൊക്കമുള്ളൂ, കിൻഡർ ഗാർഡനിലാണ് പഠിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ടൈലർ ഒരു കമൻറ്റൊക്കെ പറയുകയാണ്. അപ്പോൾ ടീച്ചർ പിന്നെയും വഴക്ക് പറയുകയാണ്. അങ്ങനെ ഹനയോട് ഒരു സീറ്റിൽ പോയി ഇരിക്കാൻ പറഞ്ഞു. ഹന സീറ്റിൽ പോയി ഇരിക്കുകയാണ്. നോക്കിയപ്പോൾ ആരും തനിക്ക് കൂട്ടിടാനായിട്ട് ആരുമില്ല. അങ്ങനെ നോക്കിയപ്പോൾ ആഗി എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ് പറഞ്ഞു, ഹന വിഷമിക്കേണ്ട, അവർ പറയുന്നത് ഒന്ന് മൈൻഡ് ചെയ്യണ്ട കേട്ടോ, ടൈലറൊക്കെ അങ്ങനെയാണ്, എല്ലാവരും കളിയാക്കും, ഒന്ന് മൈൻഡ് ചെയ്യണ്ട കേട്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ഷെയർ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ആഗി ഹനയെ ആശ്വസിപ്പിച്ചു. ആ സമയത്ത് ടീച്ചർ പറഞ്ഞു, ഈ ക്ലാസ്സിലേക്ക് നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടിയൊരു അപ്രിസിയേഷൻ്റെ ഭാഗമായിട്ട് കുറച്ച് സ്വീറ്റ്സ് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ടീച്ചർ ആ സ്വീറ്റ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ തുടങ്ങി. ഹനയുടെ അടുത്ത് ആ സ്വീറ്റ്സ് കൊണ്ട് ആ ബോക്സ്, ആ സ്വീറ്റ്സിൻ്റെ ടെക്സ്ചർ, അതിൻ്റെ സ്മെല്ലും അതിൻ്റെ ആ കളർ ഇതൊക്കെ കണ്ട് മറ്റുള്ളവർ കഴിക്കുന്ന ആ ഒരു സൗണ്ടൊക്കെ കേട്ടിട്ട് ഹന ആകെ ടെൻസ്ഡ് ആവുകയാണ്. ഹന ഓക്കാനിക്കാൻ തുടങ്ങി. ഓക്കാനിച്ച് ആ ഡസ്റ്റ്ബിന്നിലേക്ക് ഛർദ്ദിച്ചു. ലാസ്റ്റ് ടീച്ചർ ആകെ ബുദ്ധിമുട്ടായി. ടീച്ചർ ചോദിച്ചു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, പേരൻസിനെ വിളിക്കണോ, ഹോസ്പിറ്റലിൽ പോകണമെന്നൊക്കെ ചോദിച്ചു. ഹന പറഞ്ഞു, വേണ്ട, എനിക്ക് കുഴപ്പമില്ല, എനിക്കിത് വേണ്ട ടീച്ചറെ എന്ന് പറയുകയാണ്. അപ്പോൾ ടൈലർ അതും കൂടി എടുത്ത് വേഗം ഒന്ന് കഴിക്കുക. എന്നിട്ട് പറഞ്ഞു, ഒന്നും കഴിക്കാണ്ടാണ് ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത്, എന്തെങ്കിലുമൊക്കെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞ് പിന്നെയും കളിയാക്കാൻ തുടങ്ങി. അപ്പോൾ ആഗി പറഞ്ഞു, ഹന വിഷമിക്കണ്ട, കുഴപ്പമില്ല, മൈൻഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അവരുടെ ലഞ്ച് ബ്രേക്കിൻ്റെ സമയമാണ്. ഇവർ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോയി. മെസ് ഹോളിൽ ആരും ഹനയെ ഒന്ന് അടുപ്പിക്കുന്നില്ല, ആരും കൂടി ഇരുത്തുന്നില്ല ഫുഡ് കഴിക്കാനായിട്ട്. എല്ലാവരും അവരവരുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് സീറ്റ് ബുക്ക് ചെയ്തിട്ടേക്കുക. അങ്ങനെ ഹന തന്നെ പോയി ഇരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. ഒത്തിരി ഒന്നുമില്ല, വളരെ കുറച്ച് സ്നാക്സ് മാത്രമേ ഉള്ളൂ ഹനയുടെ കയ്യിൽ കഴിക്കാനായിട്ട്. അപ്പം അങ്ങോട്ട് ആഗി വന്നു. ആഗി ചോദിച്ചു, ഞാനിവിടെ ഇരുന്നോട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഹന പറഞ്ഞു, അതിനെന്താ അവിടെ ഇരുന്നു, വേറെ ആരും ഇല്ല ഇരിക്കുക. അങ്ങനെ ആഗി ഹനയുടെ കൂടെ കഴിക്കാൻ വേണ്ടി ഇരിക്കുക. അപ്പം ആഗിയുടെ ആ ഫുഡ് കണ്ടിട്ടും ഹനയ്ക്ക് ഓക്കാനിക്കാൻ തോന്നുകയാണ്, ഗ്യാഗിങ് വരികയാണ്. അപ്പം ആഗി പറഞ്ഞു, സോറി, ഞാൻ നാളെ മുതൽ ശ്രദ്ധിച്ചോളാം, എനിക്ക് അറിയില്ലായിരുന്നു, ഇതിഷ്ടമല്ല അല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഹന പറയുകയാണ്, ആക്ച്വലി നിങ്ങളാരുമല്ല പ്രശ്നം, നിങ്ങളുടെ ഫുഡും അല്ല, നിങ്ങളൊന്നും പ്രശ്നക്കാരല്ല, ഞാനാണ് പ്രശ്നം, എൻ്റേതാണ് ബുദ്ധിമുട്ട്. എനിക്ക് ചില ഫുഡുകൾ മാത്രമേ എനിക്ക് കഴിക്കാൻ പറ്റുള്ളൂ, ചില ഫുഡുകൾ കഴിച്ചാൽ എനിക്കത് ചില അസുഖങ്ങൾ, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, അതുകൊണ്ട് മനഃപൂർവ്വം ഞാൻ കഴിക്കാത്തതാണ് എന്ന് ഹന ആഗിയോട് തൻ്റെ ഒരു സീക്രട്ട് ആയിട്ടുള്ള കാര്യം ഷെയർ ചെയ്യുകയാണ്. അവോയ്ഡൻറ്റ് റെസ്ട്രിക്റ്റഡ് ഫുഡ് ഇൻടേക്ക് ഡിസോർഡർ, അതാണ് ഹനയ്ക്ക് ഉള്ള ഒരു ഡിസോർഡർ. റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് മാത്രമേ കഴിക്കാൻ പറ്റുള്ളൂ, കാരണം അത് തന്നെ ചില ആങ്സൈറ്റി, ചില ടെൻഷൻ ഉണ്ടാക്കുകയാണ്. ചില ഫുഡുകൾ കഴിച്ചാൽ എനിക്ക് എന്തെങ്കിലും അസുഖം വരും, അല്ലെങ്കിൽ ഇന്ന പർട്ടിക്കുലർ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചോക്കിങ് ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ ഛർദ്ദിക്കും, അല്ലെങ്കിൽ എനിക്കത് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല, എനിക്കത് പ്രശ്നം ഉണ്ടാക്കും എന്ന് തന്നെ മനസ്സിലൊരു ഫിയറാണ്.
ഒരു ആൻസൈറ്റിയാണ്, അങ്ങനെ ഒരു ഡിസോർഡർ തനിക്കുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് താനിങ്ങനെ ചില ഫുഡുകൾ അവോയ്ഡ് ചെയ്യുന്നത്, അല്ലാതെ വേറെ ആരുടെയും പ്രശ്നമല്ല. എൻ്റെ അമ്മ ഒത്തിരി ഇങ്ങനെ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി പേര് എൻ്റെ അമ്മയെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട്. എന്നെ പ്രോപ്പറായിട്ട് കെയർ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ആവശ്യത്തിന് ഫുഡ് തരുന്നില്ല, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് എൻ്റെ കസിൻസ്, റിലേറ്റീവ്സ് എല്ലാവരും, നെയ്ബേഴ്സ് എല്ലാവരും അമ്മേനെ ഒത്തിരി വഴക്ക് പറയാറുണ്ട്. ഫാമിലിയിലുള്ളവരൊക്കെ ഒത്തിരി വഴക്ക് പറയാറുണ്ട്. അങ്ങനെ ഒത്തിരി ഞങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ദൈവത്തെ ഓർത്ത് ഇത് വേറെ ആരോടും പറയരുത്, ഇത് എൻ്റെ ഒരു സീക്രട്ടാണ്, നിന്നോടായതുകൊണ്ട് ഞാൻ ഷെയർ ചെയ്തതാണ്, ഒരാൾ അറിഞ്ഞിരിക്കണമല്ലോ എന്ന് കരുതി. അങ്ങനെ ഹന തൻ്റെ ആ ഒരു അവസ്ഥയെക്കുറിച്ച് തൻ്റെ ഫ്രണ്ടായ ആഗിയോട് പറയുകയാണ്. അപ്പോൾ ആഗി അത് കേട്ടിട്ട്, അയ്യോ ഞാൻ ഇങ്ങനെ കേട്ടിട്ടില്ല, ഒത്തിരി വിഷമമുണ്ട് ഞാനിത് കേട്ടിട്ട്, എന്നാലും നീ വിഷമിക്കേണ്ട, നിനക്ക് കഴിക്കാൻ പറ്റുന്ന ഫുഡുകളൊക്കെ നീ കഴിക്കട്ടോ, ഞാൻ സപ്പോർട്ട് ചെയ്യുക, വിഷമിക്കേണ്ട കേട്ടോ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ലഞ്ച് ടൈം കഴിഞ്ഞു. തിരിച്ച് ക്ലാസ്സിൽ ചെന്നു. അപ്പോൾ ടീച്ചർ പിറ്റേ ദിവസത്തേക്ക് പ്രസൻറ്റേഷൻ കൊടുക്കുകയാണ്. അങ്ങനെ കുറച്ച് കുട്ടികൾക്ക് പ്രസൻറ്റേഷൻ കൊടുത്തു. ടൈലറിനും ഹനയ്ക്കും ഒക്കെ പ്രസൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്, ടോപ്പിക്ക് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം ക്ലാസ്സിൽ പ്രസൻറ്റേഷന് വരികയാണ്. ടീച്ചർ ആദ്യം തന്നെ ടൈലറിനെ വിളിച്ചു. ടൈലർ ഇത്രയും നാളെ നീ ഒരു പ്രസൻറ്റേഷനും ചെയ്തിട്ടില്ല, കഴിഞ്ഞ വർഷമൊന്നും പ്രസൻറ്റേഷൻ തന്നിട്ട് ചെയ്തിട്ടില്ല എന്ന് കഴിഞ്ഞ ക്ലാസ് ടീച്ചറൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ റെഡിയാണോ? റെഡിയാണെങ്കിൽ പോരെ എന്ന് പറഞ്ഞു. അപ്പോൾ ടൈലർ പറഞ്ഞു, അയ്യോ ടീച്ചർ ഞാൻ പ്രസൻറ്റേഷൻ കൊണ്ടുവന്നില്ല, വീട്ടിലാണ്, ഞാൻ മറന്നുപോയി എന്നൊക്കെ പറഞ്ഞെന്നാണ് പറഞ്ഞു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ടൈലർ ഇത് ലാസ്റ്റ് വാർണിംഗ് ആണ്, ഇനി ഇങ്ങനെ ഉണ്ടാകരുത് ഒരിക്കലും, എന്തായാലും ഈ വർഷം ഈ മാസം അല്ലെങ്കിൽ ഈ വീക്കിൽ നീ എന്തായാലും പ്രസൻറ്റേഷൻ ചെയ്തേ പറ്റൂ, ഇങ്ങനെ എക്സ്ക്യൂസ് പറ്റില്ല ഇനി എന്ന് പറഞ്ഞു. പിന്നെ ഹനയോട് ചോദിച്ചു, ഹന റെഡിയാണോ? ഹന റെഡിയാണ്, വെൽ പ്രിപ്പയർഡ്. ഹന വന്നു, ഫ്രണ്ടിൽ വന്ന് നിന്നു. 8 വയസ്സ് മാത്രമേ ഉള്ളൂ, 6th ഗ്രേഡാണ് ക്ലാസ്. ആൾ സർഫസ് ടെൻഷനെ കുറിച്ച് വളരെ ഭംഗിയായിട്ട് പ്രസൻറ്റേഷൻ ചെയ്തു. ഭയങ്കര പ്ലീസിങ് ആയിരുന്നു, ടീച്ചറിന് ഭയങ്കര ഇഷ്ടമായി. ടീച്ചർ ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തു, സ്റ്റുഡൻസ് ചോദിച്ച എല്ലാ ക്വസ്റ്റ്യൻസിനും ആൻസർ ചെയ്തു. വളരെ ഭംഗിയായിട്ട് ഹന തൻ്റെ പ്രസൻറ്റേഷൻ അവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. എല്ലാവരും ക്ലാപ്പ് കൊടുത്തു. ടീച്ചർ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യുക, ടൈലറിന് ബുദ്ധിമുട്ടാണ് പ്രസൻറ്റേഷൻ റെഡിയാക്കാനെങ്കിൽ കമ്പൈൻ ചെയ്തിട്ട് ഹനയുടെ ഹെൽപ്പ് ചോദിച്ചിട്ട് ഒരു പ്രസൻറ്റേഷൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞിട്ട് ചെയ്യണം. അങ്ങനെ ഹന അന്ന് വൈകിട്ട് ഈ ടൈലറിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യണമല്ലോ. അപ്പോൾ ടൈലർ അവിടെ ഇല്ല. ടൈലറിൻ്റെ അമ്മയും സിസ്റ്ററും ഉണ്ട്. അമ്മ പറഞ്ഞു, ഹനയല്ലേ ടൈലർ പറഞ്ഞായിരുന്നു ഇങ്ങനെ ഒരു കുട്ടി വരും പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനായിട്ടെന്ന് പറഞ്ഞായിരുന്നു, നമ്മൾ കളിക്കാൻ പോയിക്കോ, ഇപ്പോൾ വരും കേട്ടോ, അവിടെ ഇരുന്നോ, കഴിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ഹന പറഞ്ഞു, വേണ്ട അമ്മേ, വേണ്ട, ഞാൻ ഇപ്പോൾ കഴിച്ചിട്ട് വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഹന നോക്കുമ്പോൾ അവിടെ ടി വി കണ്ടുകൊണ്ട് ഒരു കുട്ടി ഇരിക്കുക, ടൈലറിൻ്റെ സിസ്റ്റർ ആണെന്ന് മനസ്സിലായി. അപ്പം ഹന ചോദിച്ചത്, ടൈലറിൻ്റെ സിസ്റ്റർ ആണോ, ടി വി കാണുമല്ലോ, ഞാൻ അവളുടെ അടുത്ത് പോയിരുന്ന ടി വി കണ്ടോട്ടെ, ടൈലർ വന്ന വരത്തേക്ക് എന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അതിനെന്താ, പക്ഷേ ചാനൽ മാറ്റരുത് കേട്ടോ, അവൾ ഓട്ടിസം ഉള്ള കുട്ടിയാണ്, അതുകൊണ്ട് പുറത്തൊന്നും പോവാറില്ല, റൂമിൽ തന്നെയാണ്, ഈ ടി വി മാത്രമാണ് കാണുന്നത്, അതും ഈ ചാനലിൽ മാത്രം, സ്കൈ ഡൈവറിൻ്റെത് മാത്രമേ കാണാറുള്ളൂ, അതുകൊണ്ട് ചാനൽ മാറ്റരുത്, നീ സംസാരിച്ച് അവൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുമായിരിക്കും, ചിലപ്പോൾ അവൾ ഇഷ്ടക്കേട് കാണിക്കും എന്ന് പറഞ്ഞു. ഹന പറഞ്ഞു, കുഴപ്പമില്ല, ഞാൻ അവളോട് സംസാരിച്ചോളാം. അങ്ങനെ ഈ ടൈലറിൻ്റെ സിസ്റ്ററിൻ്റെ അടുത്ത് പോയി ഇരുന്നിട്ട് ഹന സംസാരിക്കാൻ തുടങ്ങി. എൻ്റെ പേര് ഹന എന്നാട്ടോ, ഞാൻ ടൈലറിൻ്റെ ക്ലാസ്സിലുള്ള കുട്ടിയാണ്, ഇങ്ങനെ പ്രസൻറ്റേഷന് വേണ്ടിയിട്ട് വന്നതാണ്, എന്താ പേര്? അപ്പോൾ കുട്ടി ഒന്നും മിണ്ടിയില്ല. അപ്പോൾ ഹന പറഞ്ഞു, എനിക്കറിയാം ഇത് ബുദ്ധിമുട്ടാണ്, ഇങ്ങനെ നമുക്ക് ചില പേടികൾ നമ്മുടെ മനസ്സിലൊക്കെ ഉണ്ടാവും, ചിലപ്പം ചില സാഹചര്യങ്ങളായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടായിരിക്കും, എനിക്ക് ചില ഫുഡ് ഐറ്റംസ് കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാകും, പക്ഷേ വിഷമിക്കണ്ട, അതൊക്കെ നമുക്ക് സാധിക്കും, നമ്മൾ പക്ഷെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ ആ കുട്ടി ഹനയുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, നോക്കി ഈ സ്കൈ ഡൈവേഴ്സ് ചെയ്യുന്നുണ്ടോ, അവർക്ക് ഒട്ടും പേടിയില്ല, അതുകൊണ്ട് അവരതെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഹന പറഞ്ഞു, ഒട്ടും പേടിയില്ല എന്ന് പറയാൻ പറ്റില്ല, അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു പേടി കാണും, അത് എല്ലാ മനുഷ്യർക്കും ഉള്ളതാണ്. ഇപ്പോൾ സ്കൈ ഡൈവ് ചെയ്യുമ്പോൾ തന്നെ അവർ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം എടുക്കുന്നില്ലേ, അതെന്തുകൊണ്ട് ഒരു പേടിയുടെ ഭാഗമായിട്ടാണ്, അതൊരു പ്രിക്കോഷനായിട്ട് എടുത്തേക്കുന്നതല്ലേ, അതെല്ലാവർക്കും ഉണ്ടാകും, എനിക്കുണ്ടല്ലോ എന്നും പറഞ്ഞ് ഹന തൻ്റെ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എൻ്റെ തെറാപ്പിസ്റ്റ്, എനിക്ക് ഇങ്ങനെ ഒരു ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ട്, എൻ്റെ തെറാപ്പിസ്റ്റ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ടാണ്, പക്ഷേ എന്ന് അത് ബുദ്ധിമുട്ടാണെന്ന് വെച്ചാൽ അതൊരു
അത് ഇമ്പോസിബിൾ അല്ല. ജസ്റ്റ് ബിക്കോസ് സംതിങ്സ് ഹാഡ് ഡസൻറ്റ് മീൻ ഇറ്റ്സ് ഇമ്പോസിബിൾ. പിന്നെ എൻ്റെ തെറാപ്പിസ്റ്റ് എൻ്റെ അടുത്ത് പറഞ്ഞതാണ്, എന്നെ ധൈര്യപ്പെടുത്തിയ വാക്കുകളാണ്. ഈ പേടിയുടെ മറ്റൊരു വശമുണ്ടല്ലോ, ഏതാ നിനക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം? ഈ പേടിയാണോ നിൻ്റെ പ്രശ്നം? അത് പേടിയുടെ അപ്പുറത്ത് നിനക്ക് ചെയ്ത് തീർക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ, ഏതാ നിനക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്? പേടിയാണോ ഇമ്പോർട്ടൻ്റ്, അത് നിനക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളാണോ ഇമ്പോർട്ടൻ്റ് എന്ന് എൻ്റെ തെറാപ്പിസ്റ്റ് എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാനൊരു തീരുമാനമെടുത്തു. എല്ലാ ദിവസവും ഞാൻ പേടിക്കുന്ന അല്ലെങ്കിൽ ഞാൻ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫുഡ് ഓരോന്നായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, എന്താ സംഭവിക്കുന്നതെന്ന് അറിയാലോ, എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ച് പരിഹരിക്കാമല്ലോ. അങ്ങനെ ഞാനിപ്പോൾ എല്ലാ ദിവസവും ഓരോ പുതിയ ഭക്ഷണങ്ങൾ ഞാൻ കഴിക്കാത്തത്, ഞാൻ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്. അതൊരു ബിഹേവിയറൽ തെറാപ്പിയുടെ ഭാഗമായിട്ടാണ് എൻ്റെ തെറാപ്പിസ്റ്റ് എന്നെ പറഞ്ഞു തന്ന കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഹന തൻ്റെ റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആ കുട്ടിയോട് ഷെയർ ചെയ്തു. ആൾ ഭയങ്കര റിലാക്സ്ഡായി, ഹനയോട് കൂടുതൽ സംസാരിക്കാനൊക്കെ തുടങ്ങി. അതിനുശേഷം ടൈലർ കളിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പം ഇവർ തമ്മിൽ സംസാരിക്കുന്നു. ടൈലറിന് ഇഷ്ടപ്പെട്ടില്ല. ടൈലർ പറഞ്ഞു, ഹന എന്താ ഇവിടെ ചെയ്യുന്നത്? എൻ്റെ അനിയത്തിനെ ശല്യപ്പെടുത്തുവാണോ? നീ പ്രസൻറ്റേഷൻ റെഡിയാക്കാൻ വന്നതല്ലേ, വാ ഈ റൂമിട്ട് വാ എന്നൊക്കെ പറഞ്ഞ് ഹനയെ അവിടെ നിന്ന് കൊണ്ടുപോയി. അതിനുശേഷം പിറ്റേ ദിവസം ടൈലർ സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡിയാകും. ഇപ്പം ടൈലർ നോക്കുമ്പോൾ തൻ്റെ സിസ്റ്റർ വെൽ ഡ്രസ്ഡ് ആയിട്ട് ഔട്ടിങ്ങിന് പോകാൻ വേണ്ടി നിൽക്കുക, അമ്മയുടെ കൂടെ പാർക്കിൽ പോകണമെന്നും പറഞ്ഞ് നിൽക്കുക. അപ്പോൾ ടൈലറിന് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. നീ പാർക്കിൽ പോകും, ഇത്രയും ദിവസം ഇത്രയും നാൾ വീട്ടിൽ അടച്ചു പൂട്ടിയിരുന്ന നീ പാർക്കിൽ പോകാനോ? എന്ത് പറ്റി? ഞാൻ ഇങ്ങനെ നിന്നെ കണ്ടിട്ടേ ഇല്ലല്ലോ എന്നൊക്കെ പറയാം. അപ്പം സിസ്റ്റർ പറയാണ്, ചേട്ടാ ഹന വന്നില്ല ഇന്നലെ, ഹനയുടെ സംസാരവും അവളുടെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത വീഡിയോ ഒക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷനായി, എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ഞാൻ ഇനി പുറത്തൊക്കെ പോകും. അങ്ങനെ എല്ലാ മനുഷ്യർക്കും ചില തരത്തിലുള്ള പേടികളുണ്ടെന്ന് ഹന പറഞ്ഞു. അപ്പോൾ ഹനയുടെ തെറാപ്പിസ്റ്റ് പറഞ്ഞു, അത് പേടിയുള്ള കാര്യം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അത് അസാധ്യമായിട്ടുള്ള കാര്യമൊന്നുമല്ല, നമുക്ക് ട്രൈ ചെയ്താൽ നടക്കാവുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എനിക്കത് ഒത്തിരി എന്നെ അത് സ്വാധീനിച്ചു. അതുകൊണ്ട് ഞാൻ ഇനി ഇങ്ങനെയൊന്നും ഇരിക്കില്ല, ഞാൻ ഇനി ഹന പറഞ്ഞ പോലെ മിടുക്കിയാവും എന്നൊക്കെ പറഞ്ഞു. ടൈലറിന് ഭയങ്കര സന്തോഷമായി. ടൈലറിന് വിശ്വസിക്കാൻ പറ്റിയില്ല, ആൾ ഭയങ്കര ഇമോഷണലായി. എന്നിട്ട് സ്കൂളിൽ ചെന്നിട്ട് ബ്രേക്കിൻ്റെ സമയത്ത് ഹനയോട് പറഞ്ഞു, ഹന ഒത്തിരി നന്ദിയുണ്ട് എൻ്റെ സിസ്റ്ററിനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തില്ല. ഞാൻ ആദ്യമായിട്ട് അവൾ പുറത്ത് പോകണമൊക്കെ കാണുന്നത് പാർക്കിൽ പോവുക എന്ന അമ്മയുടെ കൂടെ. എനിക്ക് ഒത്തിരി അത്ഭുതമായിട്ട് തോന്നി, ഒത്തിരി നന്ദിയുണ്ട്. പിന്നെ എന്നോട് ക്ഷമിക്കണം, എന്നോട് ദേഷ്യമായിരിക്കുമല്ലോ, എന്നോട് ക്ഷമിക്കണം കേട്ടോ, ഞാൻ കളിയാക്കിയത് എനിക്കറിയില്ലായിരുന്നു, ഇങ്ങനെ നിങ്ങൾക്കൊരു ഈറ്റിംഗ് ഡിസോർഡർ ഉണ്ടെന്ന് അറിയില്ലായിരുന്നു, ക്ഷമിക്കണം. ഞാൻ മനഃപൂർവ്വമല്ല, എൻ്റെ ഒരു രീതിയാണത്, ഞാൻ അങ്ങനെ കളിയാക്കിയത് കേട്ടോ, ഒന്നും വിചാരിക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ക്ഷമാപണം നടത്തി. അപ്പോൾ കുട്ടി പറഞ്ഞു, ഹന പറഞ്ഞു, സാറില്ല, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പം ടൈലർ പറയുകയാണ്, എനിക്കും ഉണ്ട് ചില പേടികൾ, എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് പേടിയാണ്, ഫിയർ ഓഫ് പബ്ലിക് സ്പീക്കിംഗ്. അതുകൊണ്ടാണ് ഞാൻ ഈ പ്രസൻറ്റേഷനൊന്നും എടുക്കാത്തത്. ടീച്ചർ എപ്പോൾ പറഞ്ഞാലും കഴിഞ്ഞ വർഷമൊക്കെ അങ്ങനെയായിരുന്നു, ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. എനിക്ക് പേടിയാണ്, ഫ്രണ്ടിൽ നിന്ന് എൻ്റെ കൈയും കാലും വിറയ്ക്കും, എനിക്കൊന്നും പറയാൻ കിട്ടില്ല, തൊണ്ടയൊക്കെ വരണ്ടിട്ട് കൈയും കാലും വിറയ്ക്കും, എനിക്ക് കണ്ണൊക്കെ ഇരുട്ട് കയറിയിട്ട് എനിക്കൊന്നും പറയാൻ കിട്ടില്ല, അതുകൊണ്ട് പേടി കാരണം ഞാൻ ചെയ്യാത്തത് എന്ന് പറയാം. അപ്പോൾ ഹന പറഞ്ഞു, എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും, ഞാൻ നിന്നെ സഹായിക്കാം. അങ്ങനെ അവർ ഒരുമിച്ച് പിന്നെ നല്ല ഫ്രണ്ട്സായി. അവർ നന്നായിട്ട് പ്രസൻറ്റേഷൻ, ടീച്ചർ പറഞ്ഞ പ്രസൻറ്റേഷനെല്ലാം പ്രിപ്പയർ ചെയ്തു. അങ്ങനെ പ്രസൻറ്റേഷനായി. ഹന സൈഡിൽ നിന്നു, ടൈലറാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. ടൈലർ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത് ഇടയ്ക്ക് കൈയും കാലും വരയ്ക്കുകയും ഭയങ്കര ബുദ്ധിമുട്ട് തോന്നുമ്പോൾ ഹനയുടെ നേരെ നോക്കുമ്പോൾ ഹന പറയും, ഡീപ്പ് ബ്രീത്ത് എടുക്ക് എന്ന് പറയും. അപ്പം ടൈലർ ഇങ്ങനെ ഡീപ്പ് ബ്രീത്ത് എടുക്കും, ഓക്കെ ആവും. പിന്നെ നല്ല ബോൾഡായിട്ട് നല്ല ഭംഗിയായിട്ട് പ്രസൻറ്റേഷൻ ചെയ്തു. ടീച്ചർ ഭയങ്കര അത്ഭുതമായിപ്പോയി, സ്റ്റുഡൻസിനൊക്കെ അത്ഭുതമായിപ്പോയി. ഇത് ആദ്യത്തെ ഒരു സംഭവമാണ്, ടൈലർ ഇങ്ങനെ ചെയ്യുന്നത് കണ്ടിട്ടേ ഇല്ല. അങ്ങനെ എല്ലാവരും ഹാപ്പിയായി. ടൈലറിന് നല്ല സ്കോർ കിട്ടിയിട്ടോ പ്രസൻറ്റേഷന്. അങ്ങനെ ടൈലർ പിന്നെയും നന്ദി പറയുകയാണ് നമ്മുടെ ഹനയുടെ അടുത്ത്. അപ്പോൾ ടൈലർ നോക്കുമ്പോൾ ഹന മുഖം വാടിയിരിക്കുക. എന്ത് പറ്റി, നിനക്ക് വയ്യ, എന്ന് സുഖമില്ലേ, അതുകൊണ്ടാണോ, എന്ത് പറ്റി എന്ന് പറഞ്ഞപ്പോൾ ഹന പറഞ്ഞു, നിൻ്റെ സന്തോഷത്തിൽ എനിക്ക് സന്തോഷമൊക്കെ ഉണ്ട്, പക്ഷേ ഒന്നുമില്ല, നാളെ എൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്, ഞാൻ എല്ലാവർക്കും ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തു, പക്ഷെ ആരും വരില്ല, അതുകൊണ്ടത് വേണ്ടെന്ന് വെക്കുകയാണ്. ആകി വരാമെന്ന് പറഞ്ഞു, പക്ഷേ ഒരാൾക്ക് വേണ്ടിയിട്ട് അങ്ങനെ വെക്കണ്ടല്ലോ എന്ന് പറഞ്ഞ് ഹന പറഞ്ഞു. ഇങ്ങനെ ടൈലറിനോട് തൻ്റെ വിഷമം പറയുകയാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഹന അങ്ങ് പോയി.
അപ്പം ടൈലർ ചിന്തിച്ചു, ഞാനും കളിയാക്കിയതാണല്ലോ പാർട്ടിക്കൊന്നും മഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞ് ക്രീമും കേക്കൊന്നും ഇല്ലാത്ത പാർട്ടിക്ക്. അപ്പം ടൈലർ ഒരു കാര്യം ചെയ്തു, ആഗിയുടെ ഹെൽപ്പ് ചോദിച്ചു. ആഗി നമുക്കൊരു കാര്യം ചെയ്യണം. അങ്ങനെ അവർ കുറച്ച് കാര്യം സീക്രട്ടായിട്ട് ഡിസ്കസ് ചെയ്തു. ഹന പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ്, ഹോളിഡേ ആണ്, പ്ലസ് ആളുടെ ബർത്ത്ഡേ ആണ്. അങ്ങനെ അമ്മ എല്ലാം റെഡിയാക്കി വെക്കുന്നുണ്ട്. അപ്പം അമ്മയോട്, അമ്മ വേണ്ട, റെഡിയാക്കണ്ട, ആരും വരില്ല, റെഡിയാക്കണ്ട എന്ന് പറയാം. അപ്പം അമ്മ പറഞ്ഞു, അത് പറ്റില്ല, നമുക്ക് റെഡിയാക്കണം. അപ്പം അങ്ങനെ ഹന തൻ്റെ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്തു. ചുമ്മാ ഇരിക്കുകയാണല്ലോ, സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് നോക്കി. ഇപ്പം തനിക്ക് അത്ഭുതം തോന്നി. തൻ്റെ ക്ലാസ്സിൽ ഒത്തിരി സ്റ്റുഡൻസ് തൻ്റെ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ്, തൻ്റെ വീഡിയോ കണ്ടിട്ട് തന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത് താൻ എടുക്കുന്ന ആ ചലഞ്ച് കണ്ടിട്ട് പുതിയ പുതിയ ഫുഡുകൾ ട്രൈ ചെയ്ത് നോക്കി തൻ്റെ ഫിയർ മാറ്റാൻ, തൻ്റെ പേടിയും ടെൻഷനും മാറ്റാനായിട്ട് താൻ എടുത്ത തീരുമാനം, ആ ചലഞ്ച്, ആ വീഡിയോ കണ്ടിട്ട് ഒത്തിരി പേര് മോട്ടിവേറ്റഡ് ആയി, ഒത്തിരി പേർക്ക് ഇൻസ്പിറേഷൻ കിട്ടി. അവരവരുടെ ഫിയറിനെ കുറിച്ച് ഷെയർ ചെയ്യുകയാണ് വീഡിയോയിൽ. ഹനയുടെ സംസാരം, ഹനയുടെ വീഡിയോ ഞങ്ങളെ ഇൻഫ്ലുവൻസ് ചെയ്തു. എനിക്ക് അസുഖം വരുന്നത് പേടിയായിരുന്നു. അങ്ങനെ ചിലർ പറഞ്ഞു, അതിൻ്റെ മാറി എനിക്ക് ചില കളികൾ കളിക്കുന്നത് പേടിയായിരുന്നു. ഫിയർ ഓഫ് ഹൈ പ്ലേസസ്, ഫിയർ ഓഫ് ഓപ്പൺ സ്പേസസ്, ഫിയർ ഓഫ് ക്ലോസ്ഡ് സ്പേസസ്, അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഫിയേഴ്സ് ഉണ്ടല്ലോ. അസുഖം വരുന്നത് പേടി, ബ്ലഡിനെ പേടി, ബ്ലഡ് കാണുമ്പോൾ പേടി, അങ്ങനെ ഒത്തിരി ടൈപ്പ് ഓഫ് ഫിയേഴ്സ് ഉണ്ടല്ലോ. അങ്ങനെ തൻ്റെ ക്ലാസ്സിലെ എല്ലാ സ്റ്റുഡൻസും അങ്ങനെ വീഡിയോ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഹനയുടെ ആ ഒരു ടോക്ക് കാരണം, തൻ്റെ വീഡിയോ കാരണം ഞങ്ങളെല്ലാം അത് സ്വാധീനിച്ചു. ഞങ്ങളെല്ലാം ആ ചലഞ്ച് ഏറ്റെടുക്കുകയാണ്. അത് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. ഇമ്പോസിബിൾ ആയിട്ടൊന്നുമില്ല, നമുക്ക് ട്രൈ ചെയ്ത് നോക്കി സക്സസ് നമുക്ക് കിട്ടും, ഉറപ്പാണ്. നമുക്ക് സക്സീഡ് ചെയ്യാൻ പറ്റും നമ്മുടെ ലൈഫിൽ. പക്ഷേ നമ്മളത് ട്രൈ ചെയ്യാതിരിക്കരുത്. അങ്ങനെ ഒരു തീരുമാനം ഞങ്ങളും എടുത്തു എന്ന് കണ്ട് ഒരു വീഡിയോ അങ്ങനെ പോസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഹന ഭയങ്കരമായിട്ട് സന്തോഷവതിയായി, അവൾക്ക് ഭയങ്കര ഹാപ്പിയായി. അങ്ങനെ അവൾ വീട്ടിൽ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തൻ്റെ ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാരും തൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് വരികയാണ്. നല്ല വെൽ ഡ്രസ്ഡായിട്ട് ടൈലറും എല്ലാവരും ഉണ്ട്, ആഗി എല്ലാവരും ഉണ്ട്, ക്ലാസ്സിലെല്ലാവരും വിത്ത് ടീച്ചറും ഉണ്ട്. എല്ലാവരും കൂടെ ആളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തു.